എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു മലബാർ വിഭവമായിട്ടാണ്. ഉന്നക്കായാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. കായട എന്നും കായ് പൊരിച്ചെന്നൊക്കെ പല പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. പല രീതിയിലുള്ള ഫില്ലിങ് വെച്ചിട്ടും ഇത് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫില്ലിംഗ് ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അധികം പഴുക്കാത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്ത പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായി പോവും. അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആവി കയറ്റിയെടുക്കാനായിട്ട് ഇഡ്ഡലി തട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റീമറിൻ്റെ തട്ട് വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് ആവി കയറ്റിയാലും മതിയാകും. 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ആവി കയറ്റാനായിട്ട് വെക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അത് ആവി കയറുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫില്ലിങ്. അപ്പോൾ ഇതിലേക്ക് ചിലർ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ആവി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഏത്തപ്പഴത്തിൻ്റെ ഉള്ളിലെ കറുത്ത അരി ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല കളറിൽ നമുക്ക് ഉന്നക്കായ കിട്ടും. അപ്പോൾ നമ്മൾ 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കുള്ള അരി ഒന്ന് മാറ്റാണ്. ഒരുപാട് പഴുത്ത് പോയ ഏത്തപ്പഴം വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാവ് ലൂസായി പോകും. അപ്പോൾ അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്താലും മതി, കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. നന്നായിട്ട് ഒരു മാവ് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറുനാരങ്ങ വലിപ്പമുള്ള ഉരുളകളാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഈ ഒരു സൈസിൽ പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൽ നിന്ന് 2-3 ടീസ്പൂൺ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിനി ഇത് ഉന്നക്കായുടെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. 2 സൈഡും ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ആ ഷേപ്പിൽ ആക്കി കൊടുക്കാം. 2 സൈഡും ചെറുതായിട്ട് കൂർത്തിട്ട് നടുക്ക് വന്നിട്ട് കുറച്ച് വീതിയിലാണിത് ഉള്ളത്. അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മളിപ്പം ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഏത്തപ്പഴം വെച്ചിട്ട് നമുക്ക് 8 ഉന്നക്കായും അതുപോലെ തന്നെ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ചെറിയൊരു ബോൾ പോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നിങ്ങളുടെ ഇഷ്ടത്തിന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ കുറച്ച് എണ്ണയിലിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എണ്ണ ഒട്ടും തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ എയർ ഫ്രൈ ചെയ്തും എടുക്കാവുന്നതാണ്. എയർ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെറുതീയിലിട്ട് എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ ചായയുടെ കൂടെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫില്ലിംഗ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്